ഗാസയിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ സേന. IDFന് നേരെ ആക്രമണം നടത്തിയ 5 ഹമാസ് തീവ്രവാദികളെ ജൂതപ്പട കൊലപ്പെടുത്തി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ തീവ്രവാദ സംഘടന വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. സൈനികർക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിനുള്ള മറുപടിയായിരുന്നു ഈ ആക്രമണമെന്ന് സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്രായേലി പ്രതികരണത്തെ പിന്തുണയ്ക്കുന്നു എന്നതാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട തോക്കുധാരികളെ ഹമാസ് തീവ്രവാദികൾ IDF പിടികൂടി അവരെ ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കൊല്ലപ്പെട്ട അവസാന 3 ബന്ദികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറയുന്നതനുസരിച്ച് 5 മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നും ട്രംപ് ഭരണകൂടം ഇതിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഇവർ വ്യക്തമാക്കിയതായി പറയുന്നു. ഗാസയിലെ ഹമാസ് പറയുന്ന സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ആകെ 21 പേർ കൊല്ലപ്പെട്ടു. അവരുടെ മരണസംഖ്യ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ സിവിലിയന്മാരും പോരാളികളെയും തമ്മിൽ വേർതിരിച്ചറിയാനാകുന്നില്ല എന്നും ഒക്ടോബർ 10 ദുർബലമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗാസയിലെ ഏറ്റവും വലിയ മാരകമായ ദിവസങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങളും ഏറ്റുമുട്ടലും സൂചിപ്പിക്കുന്നതെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലും ഹമാസും മറുവശത്ത് നിബന്ധനകൾ ലംഘിച്ചുവെന്ന് ആരോപിക്കുന്നുണ്ട്. രാവിലെ തെക്കൻ ഗാസയിൽ ഒരു പലസ്തീൻ ഭീകര പ്രവർത്തകൻ ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിയുതിർത്തതായിട്ടാണ് അതിനാൽ തന്നെയാണ് ആക്രമണം ആരംഭിക്കുന്നത്. ഇസ്രായേലി ഹമാസ് നിയന്ത്രണങ്ങൾക്കിടയിൽ തന്നെ ഗാസയെ വിഭജിക്കുന്ന യെല്ലോ ലൈനിന്റെ ഇസ്രായേൽ സേനയുടെ ഭാഗമാണ് വെടിവെപ്പ് നടന്നതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് നേരെ തോക്കുധാരി വെടിയുതിർക്കുകയും ആർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടില്ല എന്നും IDF ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഗാസ ഡിവിഷനിലെ സത്തേൺ ബ്രിഗേഡിലെ സൈനികർ തിരിച്ചടിച്ച് വെടിയുതിർക്കുകയും പ്രവർത്തകനെ കൊല്ലുകയും ചെയ്തതായാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം യൂറോപ്പിലാകട്ടെ ഹമാസിന്റെ വൻ ഭീകര ശൃംഖലയെ അവിടെ പ്രവർത്തിച്ചിരുന്നതായി തന്നെ ഇപ്പോൾ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അറിയിച്ചിരിക്കുകയാണ്. ഹമാസ് ബന്ധമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ അറസ്റ്റ് ചെയ്തെന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്നും മൊസാദ് പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേൽ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ജനങ്ങൾ ചേർത്തിരിക്കുന്നത്. ജർമ്മനി, ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ റെയ്ഡുകൾ നടന്നു. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി തന്നെ അവിടെ സംഭരിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയയിലെ വിന്നയിൽ തന്നെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതോടുകൂടി തന്നെയാണ് ഹമാസ് ഭീകര ശൃംഖലയെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.